ചട്ടമ്പി സ്വാമികൾ നടത്തിയ ബൗദ്ധിക വിപ്ലവത്തിന്റെ ജനാധിപത്യ പ്രയോഗമാണ് കുമ്പളത്ത് ശങ്കുപിള്ള നടത്തിയതെന്ന് രമേശ് ചെന്നിത്തല എം.എൽ.എ. പന്മനയിൽ കുമ്പളത്ത് ശങ്കുപിള്ള അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പന്മന ആശ്രമത്തെ കേരള രാഷ്ട്രീയത്തിലെ ചരിത്ര കേന്ദ്രമാക്കി മാറ്റിയതും കുമ്പളത്ത് ശങ്കുപിള്ളയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പന്മനയിൽ ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി ആചരണത്തിനും പന്മന ആശ്രമ തീർത്ഥാടനത്തിനും തുടക്കമായി. ചട്ടമ്പി സ്വാമികൾ നൽകിയ ബൗദ്ധിക വിപ്ലവത്തിന്റെ ജനാധിപത്യ പ്രയോഗമാണ് കുമ്പളത്ത് ശങ്കുപിള്ള നടത്തിയതെന്ന് രമേശ് ചെന്നിത്തല എം.എൽ.എ. അഭിപ്രായപ്പെട്ടു. പന്മന ആശ്രമത്തിൽ കുമ്പളത്ത് ശങ്കുപിള്ള അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള രാഷ്ട്രീയത്തിൽ ബുദ്ധിശക്തി കൊണ്ടും കരുത്തുകൊണ്ടും എല്ലാവരും ഇപ്പോഴും ആദരവോടെ ഓർക്കുന്ന ഒരു നാമധേയമാണ് ശ്രീ കുമ്പളത്ത് ശങ്കുപിള്ളയുടേത്. ചട്ടമ്പി സ്വാമികൾ നടത്തിയ ബൗദ്ധിക വിപ്ലവത്തിന്റെ ജനാധിപത്യ പ്രയോഗമാണ് പിന്നീടുള്ള അരനൂറ്റാണ്ടുകാലം ശ്രീ കുമ്പളത്ത് ശങ്കുപിള്ള നടത്തിയത് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവുകയില്ല. താൻ ക്ഷണിച്ചുകൊണ്ടുവന്ന് ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലമായ പന്മന ആശ്രമത്തെ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്ര കേന്ദ്രമായി മാറ്റിയത് ശ്രീ കുമ്പളത്ത് ശങ്കുപിള്ളയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. പന്മന ആശ്രമത്തെ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്ര കേന്ദ്രമാക്കി മാറ്റിയതും കുമ്പളത്ത് ശങ്കുപിള്ളയാണെന്ന് എം.എൽ.എ. അനുസ്മരിച്ചു. ചട്ടമ്പി സ്വാമികളുടെ സമാധി വാർഷികത്തിന്റെയും പന്മന ആശ്രമ തീർത്ഥാടനത്തിന്റെയും ഭാഗമായാണ് കുമ്പളത്ത് ശങ്കുപിള്ള അനുസ്മരണവും സംഘടിപ്പിച്ചത്. 56ാമത് കുമ്പളത്ത് ശങ്കുപിള്ള അനുസ്മരണ സമ്മേളനത്തിൽ ആശ്രമ മഠാധിപതി സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ അധ്യക്ഷത വഹിച്ചു. കാലത്തിന്റെ പ്രയാണത്താൽ തേയ്മാനം സംഭവിച്ചു പോകുന്ന പല കാര്യങ്ങളും ഓർത്തുവയ്ക്കുവാനും ഓർത്തെടുക്കുവാനും ഇങ്ങനെയുള്ള ചില ഓർമ്മ ദിനങ്ങൾ നമ്മളെ സഹായിക്കും. ഇപ്പോൾ ബഹുമാനനായ എം.എൽ.എ. വളരെ മനോഹരമായി കുമ്പള സമാധിയെ കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തി. ഇതൊക്കെ അറിയുന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ അവരുടെയൊക്കെ മറവിയിൽ നിന്നും അവർക്ക് അത് മുങ്ങിയെടുക്കുവാൻ ഒരു പ്രേരകമായി മാറി. അറിയാത്ത പുതിയ തലമുറയുണ്ട്. അവർക്കാകട്ടെ തങ്ങളുടെ ഓർമ്മകളിൽ സൂക്ഷിച്ചു വയ്ക്കുവാൻ ചില കാര്യങ്ങൾ അദ്ദേഹം നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുതരികയുമുണ്ടായി. അതുകൊണ്ടാണ് ഈ ദിനങ്ങളുടെ പ്രാധാന്യം. ഇപ്പോൾ പന്മന എന്ന് പറയുന്നത് UDF ജില്ലാ ചെയർമാൻ കെ.സി. രാജൻ, DCC ജനറൽ സെക്രട്ടറി കാരുവള്ളിൽ ശശി, പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ, വിഷ്ണു വേണുഗോപാൽ, അരുൺ അരവിന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. രാവിലെ അനുസ്മരണ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് കുമ്പളം സ്മൃതി മണ്ഡപത്തിൽ പന്മന ആശ്രമ ട്രസ്റ്റ് പ്രസിഡന്റ് കുമ്പളത്ത് വിജയകൃഷ്ണപിള്ള ദീപം തെളിച്ചു. തുടർന്ന് സ്മൃതി മണ്ഡപത്തിൽ വിവിധ സംഘടനകൾ പുഷ്പചക്രം സമർപ്പിച്ചു. വിദ്യാധിരാജ സത്സംഗ സമിതി പ്രാർത്ഥനായോഗവും നടത്തി. ഞായറാഴ്ച നിർമ്മലാനന്ദഗിരി അനുസ്മരണ ദിനം ശാസ്ത്ര സാങ്കേതിക സംഗമമായി സംഘടിപ്പിക്കും. രാവിലെ 10-ന് ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എം.എൽ.എ. ഉദ്ഘാടനം ചെയ്യും. കേരള അക്കാദമി ഓഫ് സയൻസസ് പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ G.M. നായർ അധ്യക്ഷത വഹിക്കും. തിങ്കളാഴ്ചയാണ് ആശ്രമം മുൻമഠാധിപതി സ്വാമി പ്രണവാനന്ദ തീർത്ഥപാദർ അനുസ്മരണ ദിനം നടക്കുന്നത്. ഇത് യുവജന സമ്മേളനമായാണ് സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ.